പിണറായി വിജയൻ പണം കൊടുത്തു തുർക്കിക്ക്. നമുക്കറിയാം, പാകിസ്ഥാനെ സഹായിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ചൈനയും തുർക്കിയും. തുർക്കിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ തുർക്കി പോലും സഹായം ചോദിക്കാതെ പിണറായി വിജയൻ വാരിക്കോരി കൊടുത്തു നമ്മുടെ പണം. പിണറായിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, കുടുംബ സ്വത്തല്ല, പാർട്ടി ഫണ്ടല്ല, ബക്കറ്റ് പിരിവ് നടത്തിയതല്ല. നമ്മുടെ പണം, നമ്മുടെ നികുതി പണം എടുത്ത് തുർക്കി ചോദിക്കാതെ തന്നെ തുർക്കിക്ക് കൊടുത്തു. തുർക്കി ആ പണം എടുത്ത് ആയുധമുണ്ടാക്കി പാകിസ്ഥാന് കൊടുത്തു. ഒരു പ്രശ്നം വന്നപ്പോൾ പാകിസ്ഥാൻ ആയുധമെടുത്ത് ഇന്ത്യക്ക് നേരെ ഉപയോഗിച്ചു. എന്താണ് സംഭവിക്കുന്നത്? അതായത് പിണറായി കൊടുത്ത പണത്തിൽ തുർക്കി ആയുധമുണ്ടാക്കി പാകിസ്ഥാൻ കൊടുക്കുന്നു. ആ ആയുധം എടുത്ത് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കുന്നു. ഇതിന് ആദ്യം മറുപടി പറയേണ്ടത് പിണറായി വിജയനാണ്. എന്തിനാണ് തുർക്കിക്ക് പണം കൊടുത്തത് എന്നുള്ളത് പിണറായി വിജയൻ തന്നെ പറയണം. കാരണം എന്താ അറിയോ, ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തുർക്കിയെ സഹായിക്കാൻ ചെന്നതല്ല. അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നു. ഈ പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ അവിടെ കുറച്ച് തകർച്ച ഉണ്ടാകുന്നു. പക്ഷേ ലോകത്തിലെ ഏറ്റവും സമൃദ്ധമായ രാജ്യങ്ങളിലൊന്നാണ് തുർക്കി. മനോഹരമായ ഭൂപ്രദേശമാണ് ഈ തുർക്കി. ലോകത്തെ ഒരു രാജ്യങ്ങളോടും സഹായം ചോദിച്ചിട്ടില്ല. എന്നിട്ടും കേരള സർക്കാർ 10 കോടി രൂപ ബജറ്റിൽ നിന്ന് മാറ്റിവെക്കുന്നു. അതായത് ഞാനും തന്നെയും ഉൾപ്പെടെയുള്ള ആളുകൾ നൽകുന്ന നികുതി പണത്തിൽ നിന്ന് ഒരു ഫണ്ട് എടുത്ത് മാറ്റിവെക്കുന്നു. അല്ല പാർട്ടി ഫണ്ടല്ലല്ലോ. ഈ പണം എടുത്തിട്ടാണ് തുർക്കിക്ക് കൊടുക്കുന്നത്. അപ്പൊ തുർക്കി എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായ സമ്പദ് സമൃദ്ധമായ മുസ്ലിം രാജ്യം കൂടിയാണ്. ആ രാജ്യത്തിന് ഇങ്ങനെ ഒരു പണം ആവശ്യമില്ല. ഇനി പിണറായി വിജയൻ സർക്കാർ കൊടുത്ത പണം അവർക്ക് കിട്ടിയെന്ന് അവരെവിടെയും പറഞ്ഞായിട്ട് നമ്മൾ കണ്ടില്ല. എന്നാലും സൗജന്യമായി കിട്ടുന്ന പണമല്ലേ 10 കോടി രൂപ, ഇത് മാറ്റി വെക്കാന്ന് പറഞ്ഞൊരു മൂലയ്ക്ക് വെക്കുന്നു. അന്നേരമാണ് കുറച്ച് ആയുധം ഉണ്ടാക്കാൻ അവർ തീരുമാനിക്കുന്നത്. ശരി, കുറച്ച് ഡ്രോണുകൾ ഉണ്ടാക്കുന്നു, കുറേ വെപ്പൺസ് ഉണ്ടാക്കുന്നു. ഇതൊരു ആവശ്യം വന്നപ്പോൾ പാകിസ്ഥാന് ഈ തുർക്കി സൗജന്യമായി കൊണ്ടു കൊടുക്കുകയാണ്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രകോപനം ഉണ്ടായപ്പോൾ തുർക്കിയിൽ നിന്ന് ഒരു ചരക്ക് വിമാനം ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിലേക്ക് വന്നിട്ട് എന്തിനാണ് ഈ വിമാനം വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ വിമാനം വന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങളുടെ ചരക്ക് വിമാനം അതിലേക്കൂടെ പോയപ്പോൾ ഇന്ധനം തീർന്നു, അതുകൊണ്ട് പാകിസ്ഥാനിൽ ഇന്ധനം നിറയ്ക്കാനായിട്ട് ഇറങ്ങി. ശരി, 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചരക്ക് കപ്പൽ വന്നു. ഈ ചരക്ക് കപ്പൽ നിറയെ ആയുധമാണെന്ന് വ്യക്തമായിട്ട് ഇന്ത്യക്ക് അറിയാമായിരുന്നു. അതായത് ലോക രാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനെതിരായ നിലപാട് സ്വീകരിച്ചപ്പോഴും ചൈനയും തുർക്കിയും മാത്രമാണ് അവരെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ലോകത്ത് ഒരു യുദ്ധം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് തുർക്കി. ഒരു കാലത്ത് ഓട്ടോമൻ സാമ്രാജ്യം എന്ന് പറയുന്ന ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായിട്ട് ഈ തുർക്കി നിലകൊണ്ടിരുന്നു. പിന്നീട് ബ്രിട്ടീഷ് ആധിപത്യം ഉണ്ടാവുകയും കോളനിവൽക്കരണം ഉണ്ടാവുകയും ഒക്കെ ചെയ്തപ്പോൾ ഇതിനകത്ത് ചില ധ്രുവീകരണങ്ങളൊക്കെ സംഭവിച്ചു. ഇപ്പം എർദോഗൻ എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരിയുടെ ചിന്ത, ഞാനാണ് അവിടുത്തെ ഫറവോ, ലോക രാജ്യങ്ങളുടെ ഒരു തലപ്പത്തിരിക്കേണ്ടത്. അപ്പോൾ ലോകത്തെ മുസ്ലിം രാജ്യങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കണമെന്നും ഞാൻ അതിൻ്റെ തലപ്പത്ത് കയറിയിരിക്കണമെന്നും ഇയാൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവർക്കെതിരെ നിൽക്കുന്നത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. കാരണം മുസ്ലിം മതവിശ്വാസികൾക്ക് പ്രിയപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളൊക്കെ ഉള്ളത് സൗദിയിലാണ്. അപ്പോൾ സൗദി ഒന്നും ഇവരെ അംഗീകരിക്കുന്നില്ല. ഇവർ പക്ഷേ തീവ്രവാദ പ്രവർത്തനം നടത്തി, ഭീകരവാദ പ്രവർത്തനം നടത്തി, ലോകത്ത് ഒരു അസംതൃപ്തി ഉണ്ടാക്കി അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ മുസ്ലിം രാജ്യമാണെന്നുള്ള ഒറ്റ കൺസിഡറേഷനിലാണ് പാകിസ്ഥാനിലേക്ക് അവർ പോലും ചോദിക്കാതെ ആയുധങ്ങൾ തുർക്കി കൊണ്ട് കൊടുക്കുന്നത്. ഈ ആയുധങ്ങളാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുന്നത്. ധന്യ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നികുതി പണം എടുത്ത് അതിലെ ഒരു പങ്ക് പിണറായി വിജയൻ സർക്കാർ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിന് നൽകുന്നു. ആ പണം വെറുതെ കിട്ടിയതായതുകൊണ്ട് അതുപയോഗിച്ചുണ്ടാക്കുന്ന ആയുധങ്ങൾ തുർക്കി സൗജന്യമായി പാകിസ്ഥാന് കൊടുക്കുന്നു. എന്നിട്ട് പാകിസ്ഥാൻ ഇതേ ആയുധം നമ്മുടെ രാജ്യത്തേക്ക് പ്രയോഗിക്കുന്നു. ഒറ്റ ദിവസം 300 മുതൽ 400 ഡ്രോണുകൾ വരെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ചു. ഈ ഡ്രോൺ എന്തായാലും പാകിസ്ഥാൻ നിർമ്മിച്ചതല്ലല്ലോ. അതായത് കേരള സർക്കാർ കൊടുത്ത പണം ഉപയോഗിച്ച് നിർമ്മിച്ച ഡ്രോണുകളാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മാതൃരാജ്യത്തിന് നേരെ ശത്രുരാജ്യം ഉപയോഗിച്ചത്. ശരിക്കും പറഞ്ഞാൽ തുർക്കി എന്തിനാണ് ഇത് ചെയ്യുന്നത്? അപ്പം ഏഷ്യയിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാകണം. 2 ആണവ രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. ആണവ യുദ്ധത്തിൻ്റെ തലത്തിലേക്ക് കടന്നാൽ അതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് വഴി തുറക്കും. അങ്ങനെ വഴി തുറന്നു കഴിഞ്ഞാൽ മുസ്ലിം രാജ്യങ്ങളുടെ മുഴുവൻ രക്ഷകനായിട്ട് തുർക്കിക്ക് അവതരിക്കാം. കാരണം അതിനുള്ള സമ്പദ് ഘടന അവർക്കുണ്ട്. ഈ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അവർ മനക്കോട്ട കെട്ടുന്നുണ്ട്. പക്ഷേ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളൊന്നും തന്നെ ഈ ഇന്ത്യ പാകിസ്ഥാൻ കലാപത്തിൽ അല്ല യുദ്ധത്തിൽ പാകിസ്ഥാനെ അനുകൂലിച്ചില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നു ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ തുർക്കിയുടെ ചിന്ത, ഞങ്ങൾ പാകിസ്ഥാനെ അങ്ങോട്ട് കയറി സഹായിച്ചാൽ മറ്റ് അറബ് രാജ്യങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കും. അങ്ങനെ ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടായിക്കോട്ടെ. ഇപ്പോൾ റഷ്യ ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തീരുന്നില്ല, ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം തീരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഏഷ്യയിൽ 2 രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ അതിനിടയിൽ നിന്ന് നമുക്ക് രക്തം കുടിക്കാം, ഞങ്ങളുടെ ആയുധ വിൽപ്പന നടക്കും. ഈ രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ എർദോഗൻ ഭരണകൂടത്തിൻ്റെ ഈ ഗൂഢാലോചന, ഗൂഢശ്രമങ്ങളൊക്കെ പാകിസ്ഥാൻ അറിയാം. പക്ഷേ അവരെ ആരാണോ സൗജന്യമായി സഹായിക്കുന്നത് അതിൽ നിന്ന് സഹായങ്ങൾ ഏറ്റുവാങ്ങാനല്ലേ അവർ നിൽക്കുകയുള്ളൂ. ഇവിടെ നമ്മുടെ സംശയം, പിണറായി വിജയൻ സർക്കാർ എന്തിനാണ് ഈ 10 കോടി നൽകിയത്? ഇതിൻ്റെ പിന്നിലൊരു
ഉദ്ദേശശുദ്ധി ഉണ്ടാകണമല്ലോ, അല്ലെങ്കിൽ അത് മോശമായ ചിന്താഗതിയായി. എന്തായാലും അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കേണ്ട ബാധ്യത കേരള സർക്കാരിനുണ്ട്. അത് മാത്രമല്ല, പിന്നെ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം സിനിജി പറഞ്ഞതുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമല്ല തുർക്കി. തുർക്കിക്ക് ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായാലോ ഒരു ഭൂകമ്പം ഉണ്ടായാലോ സാമ്പത്തികമായി തുർക്കിക്ക് തന്നെ തുർക്കിയെ നിലനിർത്താനുള്ള സാമ്പത്തിക സ്ഥിതി തുർക്കിക്കുണ്ട്. അങ്ങനെയുള്ള തുർക്കിക്ക് അങ്ങോട്ട് പോയി മറ്റൊരു രാജ്യങ്ങളും സഹായം ചെയ്യാതിരിക്കുമ്പോൾ എന്തിനാണ് നമ്മുടെ കേരളത്തിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാർ ബഡ്ജറ്റിൽ 10 കോടി രൂപ മാറ്റി വെച്ചുകൊണ്ട് തുർക്കിക്ക് ഈ പണം കൊടുത്തത്? ഇത് കൊടുത്തതിന് തെളിവില്ല, തുർക്കി തിരിച്ച് നന്ദി അറിയിച്ചതിന് തെളിവില്ല. കൊടുത്തു എന്ന് സർക്കാർ പറയുന്നു, വാങ്ങി എന്ന് തുർക്കി പറയുന്നില്ല, നമ്മൾ ഒരിടവും കേട്ടിട്ടുമില്ല. അപ്പോ ഈ പ്രകൃതിക്ഷോഭം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് പണം തുർക്കിക്ക് കൊടുത്തോ എന്നുള്ളത് ഇനി മറ്റൊരു ചോദ്യമാണ്. തുർക്കിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെയൊക്കെ പോക്കറ്റിൽ വീണോ എന്നും അറിയില്ല. അപ്പോ തുർക്കിക്ക് കൊടുത്തതിന് തെളിവ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിന്റെ വിശദീകരണം പിണറായി വിജയൻ തരണം. പിന്നെ നമ്മുടെ ശത്രു രാജ്യത്തിന് ആയുധങ്ങൾ നൽകാനായി ഈ സഹായിക്കുന്ന തുർക്കി നേരത്തെയും ഇപ്പോഴല്ല പല ഘട്ടത്തിലും ഇതിനു മുൻപും ഒക്കെ തുർക്കി പാകിസ്ഥാനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാണ് പിണറായി സർക്കാർ 10 കോടി രൂപ തുർക്കിക്ക് നൽകിയത് എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. അപ്പൊ ഇതിനൊക്കെയുള്ള ഉത്തരം സംസ്ഥാന സർക്കാർ നൽകിയേ മതിയാവും. കാരണം ഇപ്പോൾ സുനിജി പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ പണം കൊടുത്ത് വാങ്ങി വെച്ചേക്കുന്ന ഡ്രോണുകളാണെങ്കിൽ നമ്മൾ അത് നശിപ്പിച്ച് കളയാനായി വെറുതെ 300-400 ഇവിടുന്ന് കയറ്റി ഇവിടെ ഇല്ല. ഇത് ചുമ്മാ പടക്കം പൊട്ടുന്നത് പോലെയാണ് ഇവിടെ രാത്രി കാലങ്ങളിൽ പാകിസ്ഥാന്റെ ഡ്രോണുകൾ പൊട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആരെങ്കിലും വെറുതെ തരുന്നത് പൊട്ടിക്കോട്ടെ എന്ന് പറഞ്ഞാണ് പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് തുർക്കി ഒരു ഭാഗത്തുനിന്ന് ചൈന പരോക്ഷമായി, പ്രത്യക്ഷമായല്ല പരോക്ഷമായി പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട്. എന്നിട്ടും ചൈന പറയുന്നു തീവ്രവാദത്തെ ഒരു മണ്ണിലും വളർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങളുടെ നിലപാട് അതാണെന്ന് ഇന്നലെ ചൈന വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തമാശയാണോ എന്ന് പലരും ചൈനയോട് തിരിച്ചു ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തുർക്കി പരസ്യമായി തന്നെ പറയുന്നു ഞങ്ങൾ പാകിസ്ഥാനൊപ്പമാണ്, പാകിസ്ഥാന് ഞങ്ങൾ ആയുധങ്ങൾ നൽകുന്നുണ്ട്, പാകിസ്ഥാന് ലോകരാജ്യങ്ങൾ തുർക്കിയെ ഒറ്റപ്പെടുത്തുമെന്ന് വിചാരിച്ചപ്പോഴാണ് തുർക്കി പറഞ്ഞത് ഞങ്ങൾ ഇന്ധനം നിറയ്ക്കാനാണ് പാകിസ്ഥാനിൽ പോയത് എന്നുള്ളത്. പക്ഷെ അല്ല, അതിൽ വന്നത് മുഴുവൻ പാകിസ്ഥാന് വേണ്ടിയുള്ള ആയുധങ്ങളാണ്, പാകിസ്ഥാൻ യുദ്ധം നടത്താനുള്ള ആയുധങ്ങളാണ് എന്നുള്ളത് കൃത്യമായി പിന്നീട് ലോകം തിരിച്ചറിഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ എന്തിനാണ് ഈ 10 കോടി രൂപ നൽകിയത്? എന്തായിരുന്നു അതിന്റെ രാഷ്ട്രീയ തന്ത്രം? ഈ ഇന്ത്യയുടെ പണം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ പണം എടുത്ത് തന്നെ ശത്രു രാജ്യത്തെ സഹായിക്കാനായി ഒരു രാജ്യത്തിന്, ഇപ്പൊ അത് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല കൊടുത്തത്, ഒരു സഹായം എന്നുള്ള രീതിയിൽ എന്തിനാണ് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യത്തെ വെറുതെ അങ്ങോട്ട് 10 കോടി രൂപ കൊടുത്ത് സഹായിക്കാമെന്ന് പറയുന്നത് എന്തിനാണ്? അതിന്റെ ആവശ്യകത എന്താണെന്ന് പോലും അറിയില്ല. ഇപ്പം നമുക്കറിയാലോ, കേരളത്തിൽ CPM സർക്കാർ കാണിക്കുന്നത് എപ്പോഴും ഒരു മുസ്ലിം പ്രീണന നയമാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നമ്മൾ കണ്ടാണ്. അപ്പോൾ അവർക്കൊരു പ്രകൃതിക്ഷോഭം ഉണ്ടായപ്പോൾ ഒരു മുസ്ലിം രാജ്യത്തെ സഹായിക്കാൻ കേരള സർക്കാർ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചിരിക്കാം. അപ്പോൾ നമ്മൾ കൊടുത്ത നികുതി പണം എടുത്തിട്ട് അതിൽ നിന്നൊരു പങ്ക് മാറ്റിവെച്ച് ബജറ്റിൽ ഒരു വിഹിതം മാറ്റിവെച്ചിട്ടാണ് ഈ തുർക്കിയെ സഹായിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ ഇസ്ലാമിക രാഷ്ട്രമാണ് തുർക്കി എന്നുള്ളത് മാത്രമാണ് ഒരു ഘടകം. ഇപ്പോൾ ഇന്ത്യ മൊത്തത്തിൽ അവരെ സഹായിക്കാൻ ശ്രമിക്കുന്നു, ഓരോ സംസ്ഥാനവും അവരുടേതായ കോൺട്രിബ്യൂഷൻ നൽകുന്നു, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അതല്ല, കേരളം മാത്രം മുൻകൈ എടുത്തുകൊണ്ട് അവർക്ക് പണം കൊടുത്ത് സഹായിക്കുന്നു. ഈ പണം കൊടുത്ത് സഹായിച്ച രാജ്യം തന്നെയാണ് ലോകത്ത് പാകിസ്ഥാനെ സഹായിച്ചത്, അതായത് ചൈനയും ഈ പറയുന്ന തുർക്കിയും മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന തുർക്കിയോട് നമുക്ക് എന്തിനാണ്, കേരള സർക്കാരിന് എന്തിനാണ് ഒരു സോഫ്റ്റ് കോർണർ? ഇത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉൾപ്പെടെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് മറുപടി പറയേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരുണ്ട്. അവർ അതിന് മറുപടി പറയട്ടെ. അല്ലെങ്കിൽ ഈ പറയുന്ന പാകിസ്ഥാന് വേണ്ടി ചൈനയും തുർക്കിയും ഒരുമിച്ച് നിൽക്കുകയും ഇന്ത്യക്കെതിരായ നിലപാട് തുർക്കി സ്വീകരിക്കുകയും ചെയ്താൽ ആ രാജ്യത്തെ കേരള സർക്കാർ എന്തിനു പിന്തുണച്ചു? ഇത് വലിയ ചോദ്യചിഹ്നമായി എന്ന് ഉയർന്നു നിൽക്കും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ ഈ സംശയം നിവാരണം ചെയ്യേണ്ടത് കേരള സർക്കാരിൻ്റെ കടമയാണ്, പിണറായി വിജയൻ സർക്കാരിൻ്റെ കടമയാണ്. എന്തായാലും 10 കോടി രൂപ ബജറ്റിൽ മാറ്റിവെച്ചു എന്നുള്ളത് സത്യമാണല്ലോ. ഈ പൈസ കൊടുത്തോ, എങ്ങനെ മാറ്റിവെച്ച്, അത് കൊടുത്തതിൻ്റെ നന്ദി അറിയിച്ചോ അതോ കൊടുക്കാതിരുന്നോ, ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനുള്ള ബാധ്യത, ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട്. അവർ അത് നടപ്പാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും.